ഞാൻ നിങ്ങളെ ഒരു നാളും കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയില്ല. നമുക്ക് ദൈവം ഒരു വാക്ക് പറഞ്ഞാൽ ആ വാക്കിന് മാറ്റമുണ്ടാകത്തില്ല. ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു വ്യക്തിയും നശിച്ചു പോകുന്നത് ദൈവത്തിന് ഇഷ്ടമല്ല. ദൈവത്തിൻ്റെ വചനം ചുമക്കുന്ന ഒരു വ്യക്തി ലോകത്തിൽ തലകുനിച്ച് നടക്കുവാൻ ദൈവം അനുവദിക്കത്തില്ല. എൻ്റെ രക്ഷകനായ കർത്താവിനോട് കൂടെയുണ്ട്, ഞാൻ തളർന്നു പോകയില്ല എന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തി തളർന്നു വീഴുവാൻ ദൈവം അനുവദിക്കത്തുമില്ല. വിശുദ്ധ തിരുവെഴുത്ത് വ്യക്തമായി പറയുന്നത്, അവങ്കലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖം ലജ്ജിച്ചു പോയില്ല. എളിയവർ നിലവിളിച്ചു, യഹോവ കേട്ടു. സകല കഷ്ടത്തിൽ നിന്നും യഹോവ അവരെ വിടുവിച്ചു. ഈ നല്ല രാത്രിക്കാലം വിടുതലിൻ്റെ രാത്രിക്കാലമായി മാറണം. കർത്താവ് നമ്മോട് ചെയ്ത വാഗ്ദത്തം അത് നിവർത്തിപ്പാൻ താമസിക്കുകയില്ല. അത് വരും നിശ്ചയം. അതിനായി കാത്തിരിക്കാം. നമുക്കൊരു വേദഭാഗം ഈ രാത്രികാലത്ത് ചിന്തയ്ക്കായി വായിക്കാം. അപ്പോസ്തലപ്രവർത്തികളുടെ പുസ്തകം 16-ാം അധ്യായം അതിൻ്റെ 25-ാം വാക്യം. അപ്പോസ്തലപ്രവർത്തികളുടെ പുസ്തകം 16-ാം അധ്യായം അതിൻ്റെ 25-ാം വാക്യം. ആരും ഇടത്തെങ്കിൽ വായിക്കാം. ഞാൻ തന്നെ വായിക്കാം. അർദ്ധരാത്രിക്ക് പൗലോസും ശീലാസും പ്രാർത്ഥിച്ചു, ദൈവത്തെ പാടി സ്തുതിച്ചു. തടവുകാർ ശ്രദ്ധിച്ചു കൊണ്ടിരുന്നു. പ്രൈസ് ദി ലോർഡ്. പ്രിയ ദൈവമക്കളെ, നിന്റെ പാട്ടും പ്രാർത്ഥനയും ആരാധനയും ലോകം ശ്രദ്ധിക്കുന്നതാണ്. എന്തുകൊണ്ടാണ് ലോകം അത് ശ്രദ്ധിക്കുന്നത്? നിന്നിലെ മാറ്റങ്ങൾ ഈ പാട്ടിലൂടെയും പ്രാർത്ഥനയിലൂടെയുമാണ് നീ പ്രാപിച്ചതെന്ന് അവർക്കറിയാം. എന്നാൽ പലപ്പോഴും നാം ആ ദൈവമഹത്വത്തെ തിരിച്ചറിയാതെ പോകുന്നത് കൊണ്ട് പിന്നെയും പിന്നെയും നമ്മൾ കഷ്ടത്തിൽ ചെന്നു വീഴുകയാണ്. എന്നാൽ ഈ രാത്രികാലം വ്യക്തമായും കൊണ്ട് പറയട്ടെ, കഷ്ടത്തിൽ വീണ് കിടക്കുന്ന നിന്നെ അവിടെ കളഞ്ഞിട്ട് പോകുന്നവനല്ല എൻ്റെ കർത്താവ്. വിശ്വാസത്തോടെ ദൈവമുഖത്തേക്ക് നോക്കി ആര് തങ്ങളുടെ ആഗ്രഹങ്ങളെ ദൈവത്തോട് പറയുമോ ആ ആഗ്രഹങ്ങൾ നിവർത്തിച്ചു കൊടുക്കുവാൻ മനസ്സുള്ളവനാണ് നാം ആരാധിക്കുന്ന നമ്മുടെ കർത്താവ്. ആ കർത്താവിൻ്റെ സന്നിധിയിൽ നീ വന്നത് വെറുതെ അല്ല എന്ന് തിരിച്ചറിയണം. കഷ്ടങ്ങളും കണ്ണുനീരും ദുഃഖവും ദുരിതവും നിരാശയും രോഗവും ഒക്കെ പേറി ലോകത്തിൽ ആരെയൊക്കെ ആശ്രയിക്കാമോ അവിടെയെല്ലാം കടന്നു പോയിട്ട് ഒടുവിലെല്ലാം നഷ്ടപ്പെട്ടിട്ട് നിരാശയോടെ ഇനി ഞാൻ എന്ത് ചെയ്യുമെന്ന് ചോദിച്ച് മനം കലങ്ങിയിരുന്നപ്പോൾ നീ പോലും അറിയാതെ നിന്റെ കാതുകൾ കേട്ട ഒരു ശബ്ദമുണ്ട്, ഞാൻ നിന്നെ ശക്തീകരിക്കുന്ന ദൈവം, ഞാൻ നിന്നെ സഹായിക്കുന്ന ദൈവം, നിന്റെ ഹൃദയം എനിക്ക് തരുമെങ്കിൽ ഞാൻ നിന്നെ വിടുവിച്ച് മഹത്വത്തിലേക്ക് ഉയർത്തുമെന്ന്. അത് കേട്ട മാത്രയിൽ ആരോടും അനുവാദം ചോദിക്കാതെ യേശു മാത്രം മതിയെന്ന് പറഞ്ഞ് യേശുവിൻ്റെ പിന്നാലെ അനുഗമിപ്പാൻ അവൻ്റെ തിരുവെഴുത്തും എടുത്തുകൊണ്ട് യാത്ര ചെയ്ത നിന്നെ ലോകത്തിന് മുമ്പിൽ ഒരു പരസ്യക്കോലമാക്കി വിടുവാൻ എൻ്റെ കർത്താവ് ഒരിക്കലും അനുവദിക്കത്തില്ല. പിശാച് അലർന്ന സിംഹം പോലെ നിന്നെ വിഴുങ്ങിക്കളയേണ്ടതിന്, നിന്റെ കുഞ്ഞുങ്ങളുടെ ഭാവിയെ തകർത്ത് കളയുന്നതിന്, നിന്റെ കുടുംബത്തിനകത്ത് കലഹം കൊണ്ടുവന്ന് സ്വസ്ഥത തല്ലിക്കെടുത്തതിന് അവൻ വാദിച്ചെഴുന്നേറ്റ് വരുമ്പോൾ കുഞ്ഞെ നീ ഭയപ്പെടരുത്. കാരണം നിന്റെ കൂടെ ഉള്ളവൻ ലോകത്തുള്ളവനേക്കാൾ വലിയവനാ. അങ്ങനെയാണെങ്കിൽ ആ വലിയവനായ കർത്താവ് നിന്നെ കരുതുവാൻ ശക്തനാണെന്ന് വിശ്വസിച്ചിട്ട് മുഴുമഹത്വം ദൈവത്തിന് കൊടുക്കണം. നോക്ക്, പൗലോസും ശീലാസും മോഷ്ടിച്ചിട്ടല്ല, പിടിച്ചു പറിച്ചിട്ടല്ല, രാജ്യത്ത് കലഹമുണ്ടാക്കിയിട്ടല്ല, മറ്റുള്ളവരെ ദ്രോഹിച്ചിട്ടല്ല, പിന്നെയോ സത്യസുവിശേഷം സത്യത്തിൻ്റെ വഴിയെ പറഞ്ഞു കൊടുത്തത് കൊണ്ട്, സത്യത്തിൻ്റെ വചനത്തെ പ്രസംഗിച്ചത് കൊണ്ട്, സത്യം മാത്രമേ ജയിക്കൂ എന്നവർ പറഞ്ഞതുകൊണ്ട് അവരെ ചന്തസ്ഥലത്ത് വെച്ച് പിടിച്ച് അവരെ വലിച്ചിഴച്ചു കൊണ്ട് ചെന്ന് പ്രമാണിയുടെ മുൻപിൽ നിർത്തി. സ്തോത്രം. പ്രമാണി അവരെ കണ്ടപ്പോൾ തന്നെ പ്രമാണിക്ക് ദേഷ്യം വന്നു. സ്തോത്രം. അന്ന് വരെ അവർ കേൾക്കാത്ത ഒരു വാക്ക് അവരുടെ നാവിൽ നിന്ന് കേട്ടു, മറ്റൊരുത്തനിലും രക്ഷയില്ല.
സ്വത്രം. നിങ്ങൾ രക്ഷ പ്രാപിക്കണമെങ്കിൽ യേശുവിനെ വിളിച്ചപേക്ഷിക്കുക. അവർ പ്രസംഗിച്ച പ്രസംഗം അവരുടെ ഹൃദയത്തിനകത്ത് വല്ലാതെ വേദന ഉണ്ടായി. സ്തോത്രം. പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ബോധം വരുത്തുന്ന ദൈവത്തിൻ്റെ വചനം കേൾക്കുമ്പോൾ ചിലരൊക്കെ മുഖം തിരിച്ച് പോകാറുണ്ട്. ചിലരൊക്കെ പറയും പെന്തിക്കോസ്തുകാരുടെ ഒരു അടവാണിത്. സ്വത്രം. അവരെ പള്ളിയിൽ ആളിനെ ചേർക്കാൻ വേണ്ടി അവർ കാണിക്കുന്ന ഒരു തന്ത്രമായതെന്ന്. എന്നാൽ ഈ രാത്രിക്കാലം വ്യക്തമായും കൂടെ പറയട്ടെ, നീ വന്നില്ലെങ്കിലും സ്വർഗം നിന്നെ കൊണ്ടുവരുന്ന ഒരു ദിവസമുണ്ടാകും. സ്തോത്രം. നീ കേട്ടില്ലെങ്കിലും നീ കേൾക്കുന്ന ഒരു സമയം വരും. കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഒരു സമയം വരും. സ്തോത്രം. നീ കണ്ടില്ലെങ്കിലും, നീ കണ്ടില്ല എന്ന് പറഞ്ഞ് പോയാലും നീ അത് തേടി വരുന്ന ഒരു ദിവസമുണ്ടാകും. കാരണം വിശുദ്ധ തിരുവെഴുത്ത് വ്യക്തമായി പറയുന്നുണ്ട്. സ്തോത്രം. പാപവും ശാപവും നിന്റെ വാതിൽക്കൽ കടക്കുമ്പോൾ നിത്യസമാധാനം ക്രിസ്തുവിൻ്റെ സന്നിധിയിൽ അത്ര ഉള്ളത്. അങ്ങനെ ആ സമാധാനം പ്രാപിച്ച നീയും ഞാനും പൂർണ്ണ ഹൃദയത്തോടെ പൂർണ്ണാത്മാവോടെ ദൈവത്തെ ആരാധിച്ച് ദൈവമഹത്വം കാണുമ്പോൾ, താഴ്ചയിൽ നിന്ന് ഉയർച്ച പ്രാപിക്കുന്നത് കാണുമ്പോൾ അവൻ നിന്നെ തേടി വരും, നിന്റെ ദൈവത്തെ തേടി വരും. അതുകൊണ്ട് കുഞ്ഞെ, നിന്റെ ഇല്ലായ്മകളുടെയും വല്ലായ്മകളുടെ നടുവിൽ നീ ഒരിക്കലും പുറകോട്ട് നോക്കരുത്. എന്നെ ശക്തനാക്കുന്ന മുഖാന്തരം ഞാൻ സകലത്തിലും മതിയായവനെന്ന് പറഞ്ഞ് ദൈവമുഖത്തേക്ക് നോക്കി പറയണം, അപ്പാ, അന്ത്യത്തോളം നിൽപ്പാനുള്ള കൃപ നീ എനിക്ക് തരണമേ. കുഞ്ഞ്, മനുഷ്യൻ്റെ മുഖത്ത് നോക്കിയാൽ ഒരിക്കലും നീ ആഗ്രഹിക്കുന്ന സന്തോഷം നിനക്ക് പ്രാപിച്ചെടുപ്പാൻ കഴിയത്തില്ല. കുഞ്ഞ്, ലോകത്തിൻ്റെ മുഖത്തേക്ക് നോക്കിയാൽ നീ ആഗ്രഹിക്കുന്ന ശുഭഭാവി നിനക്ക് ലഭിച്ചെന്ന് വരത്തില്ല. ഒരു പക്ഷേ അങ്ങനെ ശുഭഭാവി ലഭിച്ചെന്ന് നിനക്ക് തോന്നിയാലും പിന്നത്തേത് അത് വലിയ വേദനാജനകമായ അനുഭവമായി മാറാൻ സാധ്യതയുണ്ട്. എന്നാൽ എൻ്റെ കർത്താവ് നിന്നെ അനുഗ്രഹിക്കാൻ തുടങ്ങിയാൽ, എൻ്റെ കർത്താവ് നിന്നെ ഉയർത്താൻ തുടങ്ങിയാൽ, ആ അനുഗ്രഹ ഉയർച്ചയും ആർക്കും തടുക്കുവാൻ കഴിയത്തില്ല. അപ്പോസ്തലനായ പൗലോസ് വലിയ ധനവാനായിരുന്നു. സ്തോത്രം. സകലതും ഉള്ളവനായിരുന്നു. എന്നാൽ ദൈവത്തിന് വിരോധമായി, ദൈവമഹത്വത്തിന് വിരോധമായി അവൻ മാറിയപ്പോൾ സ്വർഗം അവനെ പിടിച്ചു. സ്തോത്രം. സ്വർഗം അവനെ പിടിച്ചപ്പോൾ അവൻ ദൈവത്തിൻ്റെ മഹിമ കണ്ട സാക്ഷിയായി ലോകത്തിൽ അങ്ങോളം യാത്ര ചെയ്യുവാൻ ആരംഭിച്ചു. അങ്ങനെ പോകുന്ന വഴിയിലാണ് പൗലോസിനെയും ശീലാസിനെയും നോക്ക് ആ സന്ധ്യയിലെ പ്രമാണിമാർ പിടിച്ച് നോക്ക് ആ ദേശാധിപതിയുടെ മുൻപിൽ കൊണ്ട് നിർത്തി. എന്നിട്ട് പറഞ്ഞു, ഇവൻ നമ്മുടെ നാടിനെ കലക്കാൻ വന്നിരിക്കുന്നു, ഇവർക്ക് തക്ക ശിക്ഷ കൊടുക്കണം. അവരെ വലിച്ചിഴച്ചു കൊണ്ടുപോയി എന്നാണ് പറയുന്നത്. സ്വത്രം. അവർ വേറൊരു ദോഷവും ചെയ്തില്ല, സുവിശേഷം പ്രസംഗിച്ചതേ ഉള്ളൂ. ഈ നല്ല രാത്രി പറയട്ടെ, സുവിശേഷത്തിൻ്റെ സാക്ഷിയായി യേശുവിൻ്റെ വചനവുമായി നീ ചെല്ലുന്നിടത്ത് എല്ലാവരും നിന്നെ അംഗീകരിച്ചെന്ന് വരത്തില്ല. സ്വത്രം. നീ ഹല്ലേലൂയ പറയുമ്പോൾ, നീ സ്തോത്രം പറയുമ്പോൾ, നീ ദൈവത്തെ സ്തുതിക്കുമ്പോൾ പലർക്കും അത് ഇഷ്ടപ്പെട്ടെന്ന് വരത്തില്ല. പക്ഷേ നിന്നെ ഉരുവാക്കിയ ദൈവം ഉണ്ടല്ലോ, നിന്നെ സ്നേഹിക്കുന്നുണ്ടെന്ന് നീ തിരിച്ചറിയണം. ആ ശത്രുവിൻ്റെ മുമ്പിൽ നിനക്ക് വേണ്ടി അവൻ മേശ ഒരുക്കുന്നൊരു ദിവസപ്പെടുന്നു വിശ്വസിച്ചുകൊണ്ട് മുഴു ശക്തിയോടെ മുഴു ബലത്തോടെ ദൈവത്തിന് മഹത്വം കൊടുക്കണം. നോക്ക്, പ്രമാണിയുടെ മുൻപിൽ കൊണ്ട് നിർത്തുമ്പോൾ പ്രമാണി ചോദിച്ച ചോദ്യം നിർത്തുന്നു, അവർ മറുപടി പറഞ്ഞില്ല. അതുകൊണ്ട് എന്ത് പറ്റി? അവരെ കാരാഗ്രഹത്തിനകത്ത് കൊണ്ടടച്ചു. നാളെ പ്രഭാതത്തിൽ ഇവരെ ന്യായം വിധിച്ച് ഇവരെ ഈ ലോകത്തുനിന്ന് മാറ്റണം. സ്വത്രം. തീരുമാനങ്ങൾ പലതും പൗലോസിൻ്റെയും ശീലാസിൻ്റെ നേരെ ഉണ്ടായി. കാരാഗ്രഹത്തിന് പുറത്തല്ല, കാരാഗ്രഹത്തിന് അകത്തളത്തിൽ കൊണ്ടുപോയി അവരെ അടച്ചിട്ടു. സ്വത്രം. ദൈവ പൈതലെ, നിന്റെ സന്തോഷത്തെ തല്ലിക്കെടുത്തുവാൻ, നിന്റെ ഭവനത്തിനകത്തെ നന്മയെ ഇല്ലാതാക്കുവാൻ, നിന്റെ കുഞ്ഞുങ്ങളുടെ ഭാവിയെ ബ്ലോക്ക് ചെയ്യുവാൻ പല തന്ത്രങ്ങൾ മെനഞ്ഞുകൊണ്ട് പിശാച് നാലുപാടൊന്ന് എഴുന്നേറ്റ് വരുമ്പോൾ നീ ഭയപ്പെടരുത്. സ്വത്രം. കാരണം നിന്നോട് കൂടെ ഉള്ളവൻ സകലത്തിനും മതിയായവനാ. അവൻ മറ്റാരുടെയും വാക്ക് കേൾക്കുന്നവനല്ല, നിന്റെ ഹൃദയത്തിൻ്റെ തേങ്ങലുകൾ അറിയുന്നവനാ. കാരാഗ്രഹത്തിനകത്ത് കിടന്ന് സ്വത്രം പരസ്പരം കുറ്റം പറയുകയല്ല അവർ ചെയ്തത്, പിന്നെയോ അവർ ദൈവത്തെ പാടി സ്തുതിക്കാൻ തുടങ്ങി. സ്തോത്രം. അവർ ദൈവത്തെ പാടി സ്തുതിക്കാൻ തുടങ്ങി. അവർ ദൈവത്തെ പാടി സ്തുതിക്കുമ്പോൾ സ്തോത്രം, കാരാഗ്രഹത്തിലുണ്ടായിരുന്ന മറ്റ് തടവുകാർ അവരെ ശ്രദ്ധിച്ചു. സ്വത്രം. നോക്ക്, മറ്റ് തടവുകാർ അവരെ ശ്രദ്ധിച്ചു. അവരുടെ ശ്രദ്ധയിൽ അവരിങ്ങനെ ചിന്തിച്ച് കാണും, എടാ, നമ്മെ പോലെ സമശിക്ഷാവിധിയിൽ വന്നിട്ടും ഇവരുടെ ശിക്ഷ ഇതാണെന്ന് അറിഞ്ഞിട്ട് പോലും അവർ മൗനമായി ഇരിക്കാതെ എങ്ങനെങ്കിലും രക്ഷപ്പെടാനുള്ള മാർഗം നോക്കാതെ അവർ താണ്ട വീണ്ടും അത് തന്നെ ചെയ്യുന്നു. സ്തോത്രം. അവർ യേശുവിനെ ഉയർത്തുന്നു. സ്തോത്രം. എന്തുകൊണ്ടാണ് കാരാഗ്രഹത്തിനകത്തും അവർ യേശുവിനെ ഉയർത്താൻ ശ്രമിച്ചെന്നറിയാമോ? അവർ തിരുവെഴുത്തുകൾ പഠിച്ചവരാ, ദൈവത്തിൻ്റെ അത്ഭുതത്തെ കുറിച്ച് കേട്ടവരാ, ദൈവത്തിൻ്റെ അത്ഭുതം കണ്ടവരാ. അവരിലൂടെ ദൈവമഹത്വം വെളിപ്പെട്ടത് അവരനുഭവിച്ചതാ. അതുകൊണ്ട് അവർക്ക് ഭയമില്ല, അവർക്കറിയാം. സ്തോത്രം. പെരുവെള്ളം കവിഞ്ഞു വന്നപ്പോൾ, സ്തോത്രം,
ആഴി മുഴുവനും വെള്ളത്താൽ നിറഞ്ഞപ്പോൾ നീതിമാനായ നോഹയുടെ രക്ഷയ്ക്ക് സ്വർഗം കാരണമായെങ്കിൽ, സ്വത്രം 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 സ്വത്രം, ചെങ്കടലിന് മുമ്പിൽ പകച്ചു നിന്ന ഇസ്രായേലത്തെ ഉണങ്ങിയ നിലത്തൂടെ നടത്തുവാൻ ദൈവത്തിന് കഴിഞ്ഞെങ്കിൽ, സിംഹക്കൂട്ടിൽ കിടന്ന ദാനിയേലിനെ സ്വത്രം സ്വർഗത്തിലെ സിംഹത്തിൻ്റെ വായടച്ച് രക്ഷിച്ചെങ്കിൽ, തീയുടെ നടുവിൽ നിന്ന് ശദ്രക്കിനെയും മേശക്കിനെയും അബേദ്നെഗോവിനെയും രക്ഷിപ്പാൻ നാലാമനായി ഇറങ്ങി വന്നെങ്കിൽ, ഈ കാരാഗ്രഹത്തിനകത്ത് ആ ശത്രുവിൻ്റെ കരങ്ങൾ ഞങ്ങളെ വിട്ടുകൊടുക്കാതെ ഈ രാത്രിയുടെ ഞങ്ങളുടെ ദൈവം ഞങ്ങളുടെ അടുക്കലേക്ക് ഇറങ്ങി വരും എന്നുള്ള ഉറച്ച വിശ്വാസം ആ തടവറയിൽ കിടക്കുന്ന പൗലോസിനും ശീലാസിനും ഉണ്ടായതുകൊണ്ടാണ് അവർ രാജാവിനെ ഓർത്തില്ല, അവർ കാരാഗ്രഹമാണെന്ന് ഓർത്തില്ല, അവർ അവിടെ ദൈവത്തെ സ്തുതിക്കാൻ തുടങ്ങി. സ്തോത്രം. രാത്രികാലം പറയട്ടെ, കാരാഗ്രഹവാസത്തിനകത്ത് അവരുടെ കൈകാലുകൾ ബന്ധിക്കപ്പെട്ട് കിടന്നിരുന്നു എന്ന് തിരുവെഴുത്തിൽ കാണുന്നു. സ്തോത്രം. നോക്ക്, ആ ബുദ്ധിയുള്ളവരെന്ന് പറയപ്പെടുന്ന മണ്ടന്മാർ സ്വത്രം വായടയ്ക്കാൻ മറന്നുപോയി. കയ്യും കാലും കെട്ടിയിട്ടു അനങ്ങാതിരിക്കാൻ, പക്ഷെ വാ കെട്ടാൻ മറന്നുപോയി. സ്വത്രം. സന്തോഷമുള്ള അധരങ്ങളിൽ നിന്ന് കരച്ചിലും പല്ലുകടിയും അല്ല ഉയരുന്നത്, പിന്നെയോ സ്തുതിയും ആരാധനയും ഉയരും. സ്വത്രം. കുഞ്ഞെ, പ്രശ്നം വരുമ്പോൾ, പ്രതിസന്ധി വരുമ്പോൾ കരഞ്ഞ് വിലപിച്ച് തളർന്ന് കിടക്കാനല്ല, പിന്നെയോ നിന്നെ ഉരുവാക്കിയ, നിന്നെ വിളിച്ചു വേർതിരിച്ച നിന്റെ ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കി നീ ആരെ സ്തുതിക്കാൻ തുടങ്ങണം, ദൈവത്തിന് മഹത്വം കൊടുക്കാൻ തുടങ്ങണം. അങ്ങനെ ദൈവത്തിന് മഹത്വം കൊടുത്തവരാരും കാരാഗ്രഹത്തിൽ പട്ടുപോയിട്ടില്ല. ദൈവത്തെ സ്തുതിച്ചവരാരും അവിടെ വെച്ച് തീർന്നു പോയിട്ടില്ല. സ്തോത്രം. നോക്ക്, മൗനമായി നിന്ന് യേശുവിനെ കണ്ടിട്ട് പീലാത്തോസ് ചോദിക്കുന്നൊരു ചോദ്യം, നീ യഹൂദന്മാരുടെ രാജാവ് തന്നെയോ? സ്തോത്രം. കർത്താവ് ആണെന്നോ അല്ലെന്നോ അല്ല പറഞ്ഞത്, ഞാനാകുന്നവൻ ഞാനാകുന്നു, മനസ്സിലാക്കുന്നവർ മനസ്സിലാക്കിയാൽ മതി. സ്തോത്രം. ഞാനാകുന്നവൻ ഞാനാകുന്നു. സ്തോത്രം. നമുക്ക് പീലാത്തോസ് പറയുന്ന ഒരു കാര്യം, നീ പറ, നിന്നെ വിട്ടയപ്പാൻ എനിക്ക് കഴിയും. സ്തോത്രം. അവൻ പറയാ, മേലിൽ നിന്ന് അനുവാദമില്ലാതെ നിനക്കൊന്നും ചെയ്യാൻ കഴിയത്തില്ല പീലാത്തോസേ. ഈ രാത്രികാലം വ്യക്തമായി നിങ്ങളോട് പറയട്ടെ, ഉയരത്തിലിരിക്കുന്ന കർത്താവ് നിന്നെ വിളിച്ചു വേർതിരിച്ചെന്നും നീ അവൻ്റെ പൈതലാണെന്നും നിനക്കുറപ്പുണ്ടെങ്കിൽ, സ്വർഗത്തിലെ ദൈവം അറിയാതെ നിന്റെ തലയിൽ ഒരു മുടിനാര് പോലും കൊഴിയത്തില്ല, നിന്റെ എല്ലിന് ക്ഷതം വരുവാൻ സമ്മതിക്കത്തില്ല, നിന്റെ മാംസത്തിൻ്റെ മേൽ സ്വർഗം അനുവദിക്കാതെ ഒരു ശത്രുവും തൊടാൻ ദൈവം അനുവദിക്കത്തില്ലെന്ന് നീ വിശ്വസിച്ചിട്ട് പറ, എന്നെ ശക്തനാക്കുന്ന മുഖാന്തരം ഞാൻ സകലത്തിനും മധ്യായവനെന്ന്. സ്തോത്രം. ആ പാടിയ പാട്ട് ആ കാരാഗ്രഹത്തിൽ ഉണ്ടായിരുന്നവർ ശ്രദ്ധിച്ചു കൊണ്ടേയിരുന്നു. കൈകാലുകൾ ബന്ധിക്കപ്പെട്ട് കിടക്കുമ്പോഴും ഹൃദയത്തിനകത്ത് അവർ ദൈവത്തെ ഓർത്തപ്പോൾ അവർക്ക് അടങ്ങിയിരിക്കാൻ കഴിഞ്ഞില്ല. സ്തോത്രം. നാലുപാടും നിനക്കെതിരെ ശത്രുക്കളായിരിക്കും. ഏത് വിധത്തിലും നിന്നെയും നിൻ്റെ കുഞ്ഞുങ്ങളെയും കൂട്ടാളിയും തകർത്ത് കളയുവാൻ മന്ത്രവാദവും തന്ത്രവാദവും അതുപോലെ തന്നെ മറ്റ് അധികാരി വർഗങ്ങളെ കൊണ്ട് നിന്നെ ബന്ധിക്കാൻ പിശാചു വാദിച്ചെഴുന്നേറ്റ് വരുമ്പോൾ, കുഞ്ഞെ, നീ ദൈവത്തെ സേവിക്കുന്ന വ്യക്തിയാണെങ്കിൽ, ദൈവത്തിൽ വിശ്വസിക്കുന്ന വ്യക്തിയാണ്, യേശുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ച വ്യക്തിയാണെങ്കിൽ, ഒരധികാരി വർഗവും ഒരു മന്ത്രവാദവും ഒരു കൂടുപാത്രവും ഒരു പിശാചും ഒരു ആഭിചാര ബന്ധനങ്ങളും നിന്നെ ബന്ധിപ്പാൻ സ്വർഗം അനുവദിക്കത്തില്ലെന്ന് ഇന്ന് രാത്രികാലം നീ തിരിച്ചറിയാൻ ശ്രമിക്കുക. സ്തോത്രം. ഒരു സഹോദരി എന്നെ വിളിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു, പാസ്റ്ററെ, മന്ത്രവാദം ചെയ്ത് എൻ്റെ കുടുംബത്തെയും എന്നെയും എൻ്റെ കുഞ്ഞുങ്ങളെയും തകർക്കുവാൻ പദ്ധതി ഇട്ടിട്ട് നാലുപാടുന്നും എൻ്റെ തകർച്ച കാണാൻ നോക്കി നിൽക്കുന്ന പാസ്റ്ററെ, എനിക്കറിയത്തില്ല. എൻ്റെ സ്നേഹിതർ പറഞ്ഞു, ഇന്നാൾ മന്ത്രവാദം ചെയ്തെന്ന്. ഞാൻ അവരോട് ഇങ്ങനെ പറഞ്ഞു, സഹോദരി, നീ ഒരു ദൈവ പൈതലാണെന്ന് നിനക്കുറപ്പുണ്ടെങ്കിൽ, സ്തോത്രം, നീ കർത്താവിൻ്റെ രക്തത്താൽ വീണ്ടും ജനിക്കപ്പെട്ട വ്യക്തിയാണെന്ന് നിനക്കുറപ്പുണ്ടെങ്കിൽ, നീ ആ കർത്താവിനെയാണ് ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നതെന്ന് നിനക്കുറപ്പുണ്ടെങ്കിൽ, ഒരു മന്ത്രവാദവും നിന്റെ മേൽ ഫലിക്കത്തില്ല. ഒരു
ഒരു പിശാചും നിന്നെ തൊടത്തില്ല, നിന്റെ മക്കളെ തൊടത്തില്ല. ഒരു ക്രമീകരണം വരുത്തണം. ഇയ്യോബ് തൻ്റെ മക്കൾ തൻ്റെ സഹോദരങ്ങളെ വീട്ടിൽ പോയിട്ട് വരുമ്പോൾ അവർ താനറിയാതെ പാപം ചെയ്ത് കാണുമെന്ന് പറഞ്ഞ് ഇയ്യോബ് തൻ്റെ മക്കളുടെ ശുദ്ധീകരണത്തിന് വേണ്ടി യാഗം അർപ്പിച്ചതുപോലെ നിന്റെ കൂട്ടാളിക്കും നിന്റെ കുഞ്ഞുങ്ങൾക്കും വേണ്ടി നീ അകത്തളങ്ങളിൽ കയറിയിരുന്ന് ദൈവത്തോട് നിലവിളിക്കണം. അങ്ങനെ നിലവിളിച്ചാൽ ദേശത്തെ വാഴുന്ന ഒരു ദേശാധിപതി ശക്തികളും ഒരു ആഭിചാര ബന്ധനങ്ങളും ഒരു വിളിച്ചു നേർച്ച ശക്തിയും നിന്നെയോ നിന്റെ കുഞ്ഞുങ്ങളെയോ നിന്റെ കുടുംബത്തെ തൊടത്തില്ല. സ്വത്രം. അത് കേട്ടപ്പോൾ ആ സഹോദരി ഇങ്ങനെ പറഞ്ഞു, പിന്നെ എന്തുകൊണ്ട് പാസ്റ്ററെ ഇങ്ങനെയുള്ള കഷ്ടങ്ങളിലൂടെ ഞാൻ കടന്നു പോകേണ്ടി വരുന്നു? കർത്താവ് പറഞ്ഞു, പരീക്ഷ സഹിക്കുന്നവൻ ഭാഗ്യവാൻ, അവൻ കൊള്ളാവുന്നവനെന്ന് കണ്ടിട്ട് ഞാൻ അവന് ജീവകിരീടം കൊടുക്കുമെന്ന്. പരീക്ഷ വരുമ്പോൾ നീ തകർന്നു പോകാതെ ഇരിക്കുന്നത് ദൈവത്തിൻ്റെ കൃപയാ സഹോദരി. അതുകൊണ്ട് മനുഷ്യനെ അല്ല നീ നോക്കേണ്ടത്, ദൈവത്തെ നോക്കി പറ. എന്ത് കഷ്ടം വന്നാലും എന്ത് വേദന അനുഭവിക്കേണ്ടി വന്നാലും കർത്താവ് നിന്റെ സ്നേഹത്തിൽ നിന്ന് അകന്നു പോകുവാൻ എനിക്കിടയാവല്ലേ എന്ന് ഒന്ന് പറഞ്ഞു നോക്ക്. സകലരും സകലതും എതിരായപ്പോൾ ഇയ്യോബ് പറഞ്ഞ വാക്ക് അത് തന്നെയാ. ഞാൻ ഇങ്ങനെ തന്നെ ഇല്ലാതായാലും ഞാൻ ദേഹസഹിതനായി ഞാൻ എൻ്റെ പ്രിയനെ കാണും. സ്വത്രം പറഞ്ഞ തൻ്റെ സ്നേഹിതരുടെ മുമ്പിൽ വെച്ച് തന്നെ സ്വർഗം അത്ഭുതം വെളിപ്പെടുത്തിയെങ്കിൽ ഇന്ന് രാത്രികാലം പ്രിയ ദൈവമക്കളെ, എന്നെ ശ്രമിക്കുന്ന സഹോദരങ്ങളെ, നിങ്ങളോട് പറയട്ടെ, ലോകം മുഴുവനും നിങ്ങൾക്കെതിരായാലും ലോകക്കാർ മുഴുവനും നിങ്ങൾക്ക് ശത്രുക്കളായി മാറിയാലും നിന്റെ കൂട്ടുകുടുംബക്കാർ നിന്നെ ഒറ്റപ്പെടുത്തിയാലും കർത്താവ് പറഞ്ഞ വാഗ്ദത്തങ്ങളിൽ നീ വിശ്വസിക്കണം. എന്താ പറഞ്ഞത്? ഭയപ്പെടണ്ട, ഞാൻ നിന്റെ കൂടെയുണ്ട്, ഞാൻ നിന്റെ ദൈവമാ, ഞാൻ നിന്നെ ഒരു നാളും അനാഥനായി വിടുകയില്ല. വിശ്വാസം വേണം. സ്വത്രം. അതിന് 10 രൂപ കൊടുക്കണ്ട, ഹൃദയം ഒന്ന് തുറന്നു കൊടുത്താൽ മതി. രാവും പകലും കിട്ടുന്ന സമയം മുഴുവനും നമ്മൾ ഓടുകയാണ്. വചനം ഇങ്ങനെ പറയുന്നു, സ്വത്രം, ദൈവത്തിൻ്റെ മുഖം അന്വേഷിക്കാൻ. സ്വത്രം. 24 മണിക്കൂറിൽ 1 മണിക്കൂർ ദൈവസന്നിധിയിൽ ഒന്ന് മുഴങ്കാലും അടക്കി ദൈവവചനം ഒന്ന് വായിച്ച് ഒന്ന് പാട്ടുപാടി നീ ഒന്ന് പ്രാർത്ഥിച്ചു നോക്ക്. നിൻ്റെ ഭവനത്തിൻ്റെ ശൂന്യത മാറും, നിൻ്റെ ഹൃദയത്തിനകത്തെ നിരാശ മാറും, നിൻ്റെ കുഞ്ഞുങ്ങളുടെ ഭാവിയെ തടുത്തു നിർത്തിയിരിക്കുന്ന പിശാചിൻ്റെ തന്ത്രങ്ങൾ തകർന്നു വീഴുന്ന നീ കാണും. ഇന്നലെ വരെ കാണാത്തത് ഇന്ന് നീ കണ്ടെങ്കിൽ ഇന്നത്തെ പകൽക്കാലം നിനക്കൊരു അനുഗ്രഹമായെങ്കിൽ ഈ രാത്രിക്കാലം നിനക്ക് സന്തോഷത്തിന് രാത്രിക്കാലമായി മാറണം. ഓർത്ത് ദൈവത്തിന് മഹത്വം കൊടുക്കണം. നമ്മൾ പലപ്പോഴും ദ്രവ്യം നേടാൻ ഓടുകയാ. സ്തോത്രം. വിശ്രമമില്ലാതെ. സ്തോത്രം. ഉണ്ണാൻ സമയമില്ല, ഉറങ്ങാൻ സമയമില്ല, ഓടുകയാ. പലപ്പോഴും ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടിട്ടുള്ളതാ. രാവിലെ എഴുന്നേറ്റ് ജോലിക്ക് പോകുന്നവർ വീട്ടിലിരുന്ന് തിന്നാൻ സമയമില്ല. സ്വത്രം. വണ്ടിക്കകത്തിരുന്ന് തിന്നുക. സ്വത്രം. കാരണം വീട്ടിലിരുന്ന് അല്പനിമിഷം തിന്ന് കുഞ്ഞുങ്ങളോട് ചേർന്ന് അല്പനിമിഷം സന്തോഷിക്കാൻ അവർക്ക് സമയമില്ല. ഇട്ടുമൂടാൻ സ്വത്തുണ്ട്. സ്വത്രം. 4 കാറുണ്ട്. സ്വത്രം. മറ്റ് സ്കൂട്ടർ വേറെയുണ്ട്. എന്നാലും ദ്രവ്യാഗ്രഹം മൂത്ത് ഓടുകയാ. പക്ഷെ ഞാനിങ്ങനെ പറട്ടെ, ഇങ്ങനെ ഓടി നേടുന്നത് പലതും സ്വത്രം ആസ്പത്രിയിൽ കൊണ്ട് കൊടുക്കുകയല്ലേ നീ ചെയ്യുന്നത്. എന്നാൽ 1 മണിക്കൂർ നീ ദൈവത്തിന് വേണ്ടി ഒന്ന് മാറ്റിവെച്ച് നോക്ക്. ഒരു ദിവസം ദൈവത്തെ ആരാധിപ്പാൻ നീ ഒന്ന് സമയം കണ്ടെത്തി നോക്ക്. നീ തോറ്റുപോകത്തില്ല. ഇന്ന് രോഗം മനുഷ്യനെ കടന്നു പിടിച്ചിട്ട് സ്വത്രം എവിടെ എടുത്താലും എവിടെ നോക്കിയാലും ആരെ നോക്കിയാലും ക്യാൻസറാണ്. സ്വത്രം. എന്തുകൊണ്ട് ക്യാൻസർ ആയതെന്നറിയാമോ? സ്വത്രം. നിൻ്റെ ഹൃദയത്തിൻ്റെ ചിന്തകൾ, നിരൂപണങ്ങൾ പലതും ദൈവത്തിനും മനുഷ്യർക്കും വിപരീതമായിട്ടാണ്. സ്വത്രം. സ്വത്രം. അസൂയ, കുശുമ്പ്, കുന്നായ്മ, സ്വത്രം, ദ്രവ്യാഗ്രഹം, ഇത് സകലതും അകത്ത് കയറിയിട്ട് നിൻ്റെ ഉള്ളം വല്ലാതെ വേദനപ്പെടുക. സ്വത്രം. നേരം വെളുത്ത് കണ്ണു തുറന്ന് എഴുന്നേറ്റ് വരുന്ന കുഞ്ഞുങ്ങൾ അമ്മയെ നോക്കുമ്പോൾ കാണത്തില്ല, അപ്പനെ നോക്കുമ്പോൾ കാണത്തില്ല. സ്വത്രം. വൈകുന്നേരത്ത് വരുമ്പോൾ അപ്പനും അമ്മയും മക്കളെ നോക്കുമ്പോൾ മക്കളും കാണത്തില്ല. എന്തുകൊണ്ടെന്നറിയാമോ? നീതിമാന്റെ സന്തതി ഭൂമിയിൽ ബലപ്പെട്ടിരിക്കും. നേരുള്ളവരെ തലമുറ അനുഗ്രഹിക്കപ്പെടും. അങ്ങനെയാണെങ്കിൽ നിന്റെ നീതി സ്വത്രം ദൈവത്തിന് മുമ്പിലായിരിക്കണം. സ്വത്രം. ദൈവം നിന്നെ നോക്കുമ്പോൾ നീ നീതിമാനെന്ന് കണ്ടാൽ നിന്റെ കുഞ്ഞുങ്ങൾ ഒരിക്കലും തെറ്റിപ്പോ
പോകത്തില്ല. നിന്റെ കുഞ്ഞുങ്ങൾ ഒരിക്കലും വഴിയിൽ പട്ടുപോകത്തില്ല. നിന്റെ കുഞ്ഞുങ്ങൾ ഒരിക്കലും ഭാവി ഉയർത്തപ്പെടാതെ ഇരിക്കത്തില്ല. പക്ഷെ നീയോ നിന്റെ മക്കളെ മറന്ന്, നിന്റെ കുടുംബം മറന്ന്, നിന്റെ സന്തോഷം മറന്ന്, തിന്നുന്നതും കുടിക്കുന്നതും മറന്ന് പണമുണ്ടാക്കാൻ ഓടുമ്പോൾ ആ പണം നിന്നെ കൊണ്ടെത്തിക്കുന്നത് വലിയ കഷ്ടത്തിലും നഷ്ടത്തിലുമാണ്. തിരിച്ചറിയാൻ ഒന്ന് ശ്രമിക്കണമേ. 2 മക്കളെ നമുക്കുള്ളൂ. സ്വത്രം. ആ 2 മക്കൾക്ക് വേണ്ടി സമ്പാദിച്ചിട്ട് നീ പാവയ്ക്ക ജ്യൂസ് കഴിച്ചോണ്ട് ഇരിക്കുകയല്ലേ? സ്വത്രം. എന്തുകൊണ്ട്? സ്വത്രം. ദൈവത്തിന് കൊടുക്കുന്ന മഹത്വം ദൈവത്തിന് കൊടുക്കാതെ ലോകത്തിൽ ഓടുകയാ. സ്വത്രം. ഇന്നത്തെ കാലം നാം ഒന്ന് എടുത്ത് പഠിച്ചാൽ നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയുന്നത്, ഒരു ഭവനത്തിനകത്തും സ്വസ്ഥതയില്ല. സ്വത്രം. ഒരു വ്യക്തികളിലും സ്വസ്ഥതയില്ല. കുഞ്ഞുങ്ങളെ ഓർത്ത് മാതാപിതാക്കൾ കരയുകയാണ്. മാതാപിതാക്കളെ ഓർത്ത് കുഞ്ഞുങ്ങൾ വേവലാതിപ്പെടുകയാണ്. സ്വത്രം. കുടുംബത്തിനകത്ത് ഭാര്യയും ഭർത്താവും തങ്ങളിൽ ചേരാത്ത ഒരു സാഹചര്യത്തിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. സ്വത്രം. സാമ്പത്തികമായി എന്തെല്ലാം ലഭിച്ചിട്ടും സ്വസ്ഥമായി ഒന്ന് കിടന്നുറങ്ങാൻ കഴിയാതെ മനുഷ്യൻ വ്യാകുലപ്പെട്ട് മനം കലങ്ങി, ഉറക്കമില്ല, ഊണില്ല. സ്വത്രം. അവസാനം സ്വസ്ഥത നഷ്ടപ്പെട്ട് രോഗത്തിനടിമയായി മാറിയിട്ട് കിടന്ന് അയ്യം വിളിച്ചുകൊണ്ടിരിക്കുക. സ്വത്രം. ഈ നല്ല രാത്രി നിങ്ങളോട് പറയട്ടെ, രോഗം വരുന്നത് സ്വത്രം ആരും കൊണ്ടുതരുന്നതല്ല, നിന്റെ പ്രവൃത്തി മൂലം നിനക്ക് വരിക. സ്വത്രം. അതുകൊണ്ട് ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിഞ്ഞിട്ട് ദൈവത്തിന് മഹത്വം കൊടുത്തുകൊണ്ട് ദൈവത്തെ ആരാധിച്ച് മുൻപോട്ട് പോകുമെങ്കിൽ സകല രോഗത്തെയും ദൈവം എടുത്തു മാറ്റും, സകല ശാപത്തെയും ദൈവം എടുത്തു മാറ്റും, സകല സാമ്പത്തിക തകർച്ചകളെയും ദൈവം എടുത്തു മാറ്റും. നിന്റെ കുഞ്ഞുങ്ങൾക്ക് ഒരു ശുഭഭാവി സ്വർഗം തരും. സ്വത്രം. ഇന്ന് രോഗമില്ലാത്തവരാരുമില്ല. സ്വത്രം. എന്നാൽ ആ രോഗത്തിൻ്റെ സർവശക്തനായ ദൈവത്തിൻ്റെ കരത്തിൽ നിന്ന് കൊടുത്തു നോക്ക്, നിന്റെ രോഗം പൂർണ്ണമായി നീങ്ങിപ്പോകും. വൈദ്യന്മാരിൽ ആശ്രയിച്ചാൽ അവർ തരുന്ന മരുന്നിൻ്റെ ആ ഒരു എഫക്റ്റ് കൊണ്ട് നമ്മുടെ രോഗം മാറും എന്ന് നാം വിശ്വസിച്ചിട്ടാണ് ഹോസ്പിറ്റലിൽ കടന്നു പോകുന്നത്. എന്നാൽ പലപ്പോഴും മരുന്ന് മാറി മാറി കഴിച്ചിട്ടും നമ്മുടെ രോഗം മാറാതെ ഇരിക്കുന്നത് എന്തുകൊണ്ടെന്നറിയാമോ? നമ്മുടെ പണത്തിലാണ് നമ്മൾ ആശ്രയിക്കുന്നത്. എന്നാൽ നമ്മെ ഉരുവാക്കിയ, നമുക്ക് ആയുസ്സും ആരോഗ്യം ബലവും തന്ന് ഭൂമിയുടെ മുൾപ്പരപ്പിൽ ആക്കി വെച്ച ദൈവത്തെ പലപ്പോഴും നമ്മൾ ഓർക്കാറില്ല. ഓർത്താലും ദൈവസന്നിധിയിൽ വന്ന് അല്പനിമിഷം ഒന്ന് മുഴങ്കാലും അടക്കി പ്രാർത്ഥിക്കാൻ നമ്മൾ സമയം കണ്ടെത്താറില്ല. പോകുന്ന വഴിയിലെല്ലാം നേർച്ച വഞ്ചിക്കുറ്റികൾ ഇരിപ്പുണ്ട്. അതിനകത്തെല്ലാം പൈസ ഇട്ടിട്ട് നമ്മൾ പോകാറുണ്ട്. സ്വത്രം. എന്തിനാ? തിരിച്ചു വരണം എന്ന് പറഞ്ഞാൽ പോകുന്നത്. സ്വത്രം. എന്നാൽ പോകുന്ന പലരും മടങ്ങി വരാറില്ല. മടങ്ങി വരുന്നെങ്കിൽ നിന്റെ ജീവിതത്തിൽ ദൈവം ചെയ്ത് ദയയാണെന്ന് വിശ്വസിക്കാൻ തയ്യാറാകുക. സ്തോത്രം. നോക്ക്, പൗലോസും ശീലാസും കാരാഗ്രഹത്തിനകത്ത് നാളെ പ്രഭാതത്തിൽ തങ്ങളുടെ തല ചിലപ്പോൾ കഴുത്തിന് മേൽ കാണത്തില്ല, ഇല്ലെങ്കിൽ ന്യായം വിധിച്ച് എന്നേക്കുമായി കാരാഗ്രഹത്തിൽ തങ്ങളെ അടയ്ക്കും എന്നുള്ള ഉറച്ച വിശ്വാസം അവരകത്ത് കിടക്കുമ്പോഴും നടത്തിയ വിധങ്ങളെ ഓർത്ത്, പിതാക്കന്മാരെ കരുതിയ നന്മയോർത്ത്, അവരെ നടത്തിയ വിധങ്ങളെ ഓർത്ത്, ശത്രുവിന് മുൻപാകെ മേശയൊരുക്കി മാനിച്ച ദൈവത്തിൻ്റെ പ്രവൃത്തി ഓർത്തിട്ട് അവർ സകലതും മറന്നു, സർവവും മറന്നു. സ്വത്രം. അവർ ദൈവത്തെ പാടി സ്തുതിച്ചു. സ്വത്രം. അവർ ദൈവത്തെ പാടി സ്തുതിച്ചു. കാരാഗ്രഹത്തിലുണ്ടായിരുന്നവർ ആ പാട്ട് ശ്രദ്ധിച്ചു. സ്വത്രം. ഇത്രയും കഷ്ടത്തിലായിട്ടും, ഇത്രയും ബന്ധനത്തിൽ കിടന്നിട്ടും ഇവർക്ക് എങ്ങനെ പാടാൻ കഴിയുന്നു? ഇവർക്കെങ്ങനെ ദൈവത്തെ സ്തുതിക്കാൻ കഴിയുന്നു? ഇവരുടെ ഹൃദയം ഇത്ര വിശ്വാസം പൂർണ്ണമായിട്ടാണോ? അവർ അത്ഭുതത്തോടെ നോക്കി നിൽക്കുമ്പോൾ അവരുടെ കൈകാലുകളുടെ ചങ്ങലകൾ പൊട്ടുന്ന ശബ്ദം അവർ കേട്ടു. അവരുടെ കൈകാലുകളുടെ ചങ്ങല പൊട്ടുന്നതോടൊപ്പം തന്നെ സകല കാരാഗ്രഹത്തിന് വാതിൽ മലക്ക തുറക്കപ്പെട്ടു. ദൈവാത്മാവിൻ്റെ ശക്തി നിന്റെ മേൽ ഇറങ്ങുമ്പോൾ നിന്നെ പിൻപറ്റി നിൽക്കുന്ന, നിന്നോടുകൂടെ ചേർന്ന് നിൽക്കുന്ന സകലത്തിൻ്റെ മേലെ ദൈവപ്രവൃത്തി വെളിപ്പെടും. സ്വത്രം. കുഞ്ഞെ, നീ പ്രാർത്ഥിച്ചാൽ, സ്വത്രം, എല്ലാവരും പ്രാർത്ഥിക്കണമെന്നില്ല. ഒരു കുടുംബത്തിൽ നീ പ്രാർത്ഥിച്ചാൽ, നിൻ്റെ മക്കൾക്ക് വേണ്ടി, നിൻ്റെ കൂടപ്പുറപ്പുകൾക്ക് വേണ്ടി, നിൻ്റെ അയൽവാസികൾക്ക് വേണ്ടി, നിൻ്റെ സ്നേഹിതർക്ക് വേണ്ടി നീ പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥന
കൽപ്പനമാകരുത്. ആത്മാർത്ഥതയോടെ പ്രാർത്ഥിക്കണം. ഞാൻ ജയിച്ചില്ലെങ്കിലും, എൻ്റെ മക്കൾ ജയിച്ചില്ലെങ്കിലും, ഞാൻ രക്ഷപ്പെട്ടില്ലെങ്കിലും, എൻ്റെ കൂടപ്പുറപ്പുകൾ രക്ഷപ്പെടണേ കർത്താവേ, എൻ്റെ അയൽവാസികൾ രക്ഷപ്പെടണമേ കർത്താവേ, എൻ്റെ സ്നേഹിതർ രക്ഷപ്പെടണമേ കർത്താവേ, അവരിൽ ആരും രോഗികളായി മാറുവാൻ ഇടവരുത്തല്ലേ എന്ന് നീ പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗം നിന്റെ സ്ഥിതിക്ക് ഭേദം വരുത്തും. അവരെ ദൈവം ഉയർത്തി മാനിക്കും. അതിൻ്റെ കാരണം നീയാണെന്നറിയുമ്പോൾ നിന്റെ ദൈവത്തെ സേവിപ്പാൻ അവർ നിന്നോട് കൂടെ വരും. സ്തോത്രം. ഇത് ഞാനും പ്രാർത്ഥിക്കത്തില്ല, മറ്റ് പ്രാർത്ഥിക്കുന്നവരെ പ്രാർത്ഥിക്കാൻ സമ്മതിക്കത്തുമില്ല. സ്തോത്രം. മിക്കവാറും നമ്മൾ കാണുന്ന ഒരു കാര്യമാണ്, രോഗം എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ ആദ്യം കാണുന്നത് ഡോക്ടറെയാ. സ്തോത്രം. ഏത് ഡോക്ടറാ? ഇവിടുത്തെ ഏറ്റവും വലിയ ഡോക്ടറാരോ അവരെയാണ് കാണാൻ ആഗ്രഹിക്കുന്നത്. എന്നാൽ രോഗം കടന്നു വരുമ്പോൾ ദൈവമുഖത്തേക്ക് നോക്കിയിട്ട്, കർത്താവേ, എന്തുകൊണ്ടാണ് ഇങ്ങനൊരു രോഗം എന്നെ കടന്നു പിടിച്ചത്? അങ്ങയ്ക്ക് കഴിയുമല്ലോ എൻ്റെ രോഗത്തെ എടുത്തു മാറ്റുവാൻ. ഞാൻ നിൻ്റെ മകനല്ലേ, ഞാൻ നിൻ്റെ മകളല്ലേ, നീ എന്നെ കൈവിടല്ലേ. നീ പറഞ്ഞിട്ടുണ്ടല്ലോ നിൻ്റെ കയ്യിലെ അധ്വാന ഫലം നീ തിന്നുമെന്ന്. അങ്ങനെയാണെങ്കിൽ നീ എനിക്ക് തന്ന നന്മയുമായി നിൻ്റെ ആലയത്തിൽ വന്ന എന്നെ നീ മറന്നു കളയല്ലേ എന്ന് പറഞ്ഞ് ദൈവസനെ നീ ഒന്ന് കരഞ്ഞു നോക്ക്, നീ ഒന്ന് പ്രാർത്ഥിച്ചു നോക്ക്. സ്വർഗം നിന്നെ മറന്ന് കളയത്തില്ല. കാരണം എൻ്റെ കർത്താവ് ആർക്കും കടക്കാരനല്ല. സ്തോത്രം. കാരാഗ്രഹത്തിൽ പൗലോസിൻ്റെയും ശീലാസിൻ്റെയും കരത്തിലെ ചങ്ങല പൊട്ടിയപ്പോൾ സ്വത്രം ആ ശബ്ദം കാരണം ആ കാരാഗ്രഹത്തിനകത്തുണ്ടായിരുന്ന സകല ഗേറ്റുകളും തുറക്കപ്പെട്ടു. സ്വത്രം. ദൈവത്തിൻ്റെ ശക്തി ഇറങ്ങിയാൽ എല്ലാ ബന്ധനങ്ങളും അഴിയും, എല്ലാ രോഗങ്ങളും നീങ്ങിപ്പോകും, എല്ലാ ശാപങ്ങളും മാറിപ്പോകും, എല്ലാ കഷ്ടങ്ങളും നീങ്ങിപ്പോകും. അതിനു വേണ്ടി വില കൊടുക്കേണ്ടത് നിൻ്റെ പണമല്ല, നിൻ്റെ ആടല്ല, നിൻ്റെ കോഴിയല്ല, നിൻ്റെ ഉപജീവനമാർഗ ദൈവത്തെന്ന വസ്തുക്കളല്ല. നിൻ്റെ ഹൃദയത്തെ പൂർണ്ണമായി ദൈവത്തിന് കൊടുത്തിട്ട് ദൈവത്തോട് പറയണം, കർത്താവേ, നീ അറിയാതെ ഒന്നും സംഭവിക്കുകയില്ല, നിന്നെ കൊണ്ട് കഴിയും. ഈ പ്രതിസന്ധി എടുത്തു മാറ്റുവാൻ, ഈ രോഗത്തെ എടുത്തു മാറ്റുവാൻ, ഈ ശാപത്തെ എടുത്തു മാറ്റുവാൻ കഴിയുമെന്ന് ഒന്ന് പറഞ്ഞു നോക്ക്. സ്വർഗം അതിൻ്റെ മധ്യത്തിൽ വെളിപ്പെട്ടു വരും. സ്വത്രം. ഈ രാത്രികാലം എനിക്ക് ഓർമ്മ വരുന്നത് രണ്ട് കാര്യമാണ്. ഒന്ന്, കഴിഞ്ഞ ഞായറാഴ്ച പകലിൽ സ്വത്രം ഇവിടെ ഇരുന്ന് രോഗത്താൽ ഭാരം അനുഭവിച്ച ആൻസി. സ്വത്രം. ആൻസി ഇവിടെ ഇരുന്ന് വല്ലാതെ വിയർപ്പ് മുട്ടി. ഞാനിങ്ങനെ പറഞ്ഞു, നിങ്ങൾ കേട്ടതാണ്. സ്വത്രം. ഈ ആരാധന കഴിഞ്ഞ് ഇവിടുന്ന് നീ ഇറങ്ങുന്നെങ്കിൽ സൗഖ്യത്തോടെ ഇറങ്ങുമെന്ന്. സ്തോത്രം. ആ കുഞ്ഞിന്ന് സന്തോഷത്തോടെ, ആരോഗ്യത്തോടെ, ബലത്തോടെ ഇന്ന് പകൽക്കാലം പാറശാല പോയി എന്തൊക്കെയോ തയ്യലിന് വേണ്ടി വാങ്ങാൻ. സ്വത്രം. ദൈവത്തിന് കഴിയാത്തതൊന്നുമില്ല. 1 മാസമായി ശരീരം വേദനിച്ചിട്ട് വലിച്ചു വല്ലാത്തൊരു കഷ്ടത്തിൽ കിടന്ന കുഞ്ഞിനെ ഒറ്റ സെക്കൻഡ് കൊണ്ട് സ്വർഗത്തിലെ ദൈവത്തിന് സൗഖ്യമാക്കാൻ കഴിയുമെങ്കിൽ ഈ 1 മാസം കഴിച്ച മരുന്നിൻ്റെ പവറല്ല, ദൈവത്തിൻ്റെ കൃപയാ. അത് തിരിച്ചറിയാൻ ശ്രമിക്കണം. നീ വിശ്വസിച്ചുകൊണ്ട് കൽപ്പിക്കുന്നത് സംഭവിക്കും. സ്വത്രം. നീ പ്രാർത്ഥിച്ചാൽ ദൈവത്തിൻ്റെ മഹത്വം അവിടെ ഇറങ്ങും. ആരാധന നടുവിൽ വെളിപ്പെടുന്ന ദൈവത്തിൻ്റെ തേജസ് ഉണ്ടല്ലോ, അതാർക്കും കണ്ണിപ്പാൻ കഴിയാത്ത മഹത്വമായി നിന്നിൽ വെളിപ്പെടണമെങ്കിൽ പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തിൻ്റെ കരത്തിൽ കൊടുക്കണം. കഴിഞ്ഞ 2 മാസങ്ങൾക്ക് മുൻപ് സ്വത്രം രോഗം ബാധിച്ച് തല പോലും നോക്കാൻ കഴിയാതെ പോലെ വളഞ്ഞ് വയറ്റുവേദന, നടുവേദന, തലവേദനയായിട്ട് കരഞ്ഞ് വിലപിച്ച് നടന്ന അപർണ എന്ന് പറഞ്ഞൊരു കുഞ്ഞിനെ നമുക്കറിയാം. സ്വത്രം. എക്സാം എഴുതാൻ പോകുമ്പോൾ സാറുമാർ പറഞ്ഞൊരു വാക്കുണ്ട്. സ്വത്രം. മോളെ, നിനക്ക് വയ്യ എങ്കിൽ നീ എക്സാം എഴുതണ്ട, അടുത്ത സേ എഴുതാം. ഞാനിവിടെ ഇരുന്നുകൊണ്ട് വിളിച്ചു പറയുമായിരുന്നു, മക്കളെ, നിന്നെ കൊണ്ട് കഴിയും, ദൈവം നിൻ്റെ കൂടെയുണ്ട്. നീ ഇവിടെ വന്നപ്പോൾ നീ ദൈവത്തെ ഉയർത്തിയവളാ, അങ്ങനെ ആ ഉയർത്തിയ ദൈവം നിന്നെ അവിടെ ഉയർത്തും. സ്വത്രം. അവൾ പറഞ്ഞൊരു കാര്യമുണ്ട്, എന്തു വന്നാലും എനിക്ക് എഴുന്നേൽക്കാൻ കഴിയുമെങ്കിൽ ഞാൻ എക്സാം എഴുതും. സ്വത്രം. നോക്ക്, സാറുമാർ പറഞ്ഞ്, കുഞ്ഞ് നീ പോകണ്ട, നിനക്ക് വയ്യെങ്കിൽ നീ ഇവിടെ ഇരുന്നാൽ മതി. സ്വത്രം. അടുത്ത സേ എഴുതാം. പക്ഷേ അവൾ ആ വയ്യാത്ത ശരീരവുമായി നിവർന്ന് പോലും നിൽക്കാൻ കഴിയാതെ സ്തോത്രം ചുമച്ച് രാവും പകലും ഒരുപോലെ ശ്വാസം മുട്ടാൻ അനുഭവിച്ചിട്ട് എക്സാമിൻ്റെ അന്ന് രാവിലെ സ്വത്രം വണ്ടിക്കകത്ത് കയറിയിരുന്നും 4
പ്രാവശ്യം ഛർദ്ദിച്ച ആ കുഞ്ഞ് തലന്നൂന്ന് നിൽക്കാതെയാ ആ കുഞ്ഞ് എക്സാം എഴുതിയത്. സ്തോത്രം. ആ എക്സാം എഴുതിയിട്ട് തിരിച്ചു വരുമ്പോൾ പറഞ്ഞൊരു മറുപടി ഉണ്ട്. സ്തോത്രം. എനിക്കറിയത്തില്ല ഞാൻ എന്തെഴുതിയെന്ന്. എൻ്റെ കൈയും കാലും വിറയ്ക്കുകയായിരുന്നു. പക്ഷെ ഞാൻ എഴുതിയത് ഞാൻ ജയിക്കുമെന്ന് എനിക്കൊരു ഉറപ്പുമില്ല. പക്ഷെ ഇന്ന് രാത്രി കാലം നിങ്ങളോട് പറയട്ടെ, എൻ്റെ കർത്താവ് വാഗ്ദത്തങ്ങൾ വിശ്വസ്തനാ. അവൻ മറന്ന് കളയുന്ന ദൈവമല്ല. അവൻ്റെ നാമത്തിൽ ഒരു ഗ്ലാസ് വെള്ളം നീ ആത്മാർത്ഥത കൊടുത്തതെങ്കിൽ, നീ ആത്മാർത്ഥതയോടെയാണ് നീ ദൈവത്തെ ഉയർത്തിയതെങ്കിൽ, നീ ഉയർത്തിയ ദൈവം നിന്നെ രക്ഷിപ്പാൻ മതിയായ ദൈവമാണെന്ന് തെളിവായി വിളിച്ചു പറഞ്ഞു. സ്വത്രം. ആ കോളേജിലെ ഏറ്റവും നമ്പർ 1 ആയിട്ട് ആ കുഞ്ഞിനെ ജയിപ്പിച്ച് പുറത്തു കൊണ്ടുവന്ന എൻ്റെ യേശു. അങ്ങനെയാണെങ്കിൽ ഈ നല്ല രാത്രിയിൽ നിങ്ങളോട് പറയട്ടെ, നിനക്ക് കഴിയാത്തത് എൻ്റെ ദൈവത്തിന് കഴിയുമെന്ന് നീ വിശ്വസിക്കുക. എൻ്റെ ദൈവം ആർക്കും കടക്കാരനല്ല. വിശ്വാസത്തോടെയാ പറയുന്നത്. അപ്പോസ്തലനായ പൗലോസിനും ശീലാസിനും വിശ്വാസമുണ്ട്. ഞങ്ങൾ കട്ടട്ടും മോഷ്ടിച്ചിട്ടും പിടിച്ചു പറിച്ചിട്ടുമല്ല ഈ കാരാഗ്രഹത്തിനകത്ത് വന്നത്. ഞങ്ങളെ രക്ഷിച്ച ഞങ്ങളുടെ യേശുവിനെ ഉയർത്തിയത് കൊണ്ടാണ്. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രിക്കാലം പറയട്ടെ, എല്ലാവരും പറഞ്ഞു. എന്തിനു പറഞ്ഞു? റിസൾട്ടിൻ്റെ തലേ രാത്രി പോലും ചുമച്ചിരുന്നു കൊണ്ട് പറഞ്ഞൊരു വാക്കുണ്ട്, ഞാൻ തോറ്റുപോകും, ഞാൻ തോറ്റാ പിന്നെ ഞാൻ തിരിച്ചങ്ങോട്ട് വരത്തില്ല. സ്വത്രം. കാരണം എനിക്ക് അത്ര വയ്യാതിരുന്നിട്ട് തല പോലെ നൂൽക്കാതിരുന്ന ഞാൻ എക്സാം എഴുതിയത്. സ്വത്രം. എല്ലാവരെയും റിസൾട്ട് വന്നപ്പോഴും ആ കുഞ്ഞിന് പ്രതീക്ഷയില്ല. ഞാൻ ആ സമയത്തും രാത്രി മുഴുവനും പറഞ്ഞു, മക്കളെ നീ തോൽക്കാൻ ദൈവം സമ്മതിക്കത്തില്ല. മുൻകാലങ്ങളെ പോലെയല്ല, ഏറ്റവും ഹയസ്റ്റ് മാർക്കോടെ നീ പാസ്സായി പുറത്തു വരും. സ്വത്രം. എന്തുകൊണ്ടാണ് ഞാനിത് പറഞ്ഞെന്നറിയാമോ? എനിക്കൊരുറപ്പുണ്ട്. എൻ്റെ യേശു അപ്പന് വേണ്ടി നിന്നവരെ എൻ്റെ യേശു അപ്പൻ മറന്ന് കളയത്തില്ല. എൻ്റെ യേശു അപ്പൻ്റെ നാമത്തിൽ നിന്നയും പരിഹാസവും ദൂഷിയും ഏറ്റിട്ട് മൗനമായി ദൈവസന്നിധി കരഞ്ഞ നിന്റെ മക്കളെ ഉണ്ടല്ലോ, സ്വർഗം മറന്ന് കളയത്തില്ല. ലോകം തള്ളിക്കളഞ്ഞാലും എൻ്റെ യേശു കർത്താവ് നിന്നെ, നിന്റെ കൂട്ടാളിയും നിന്റെ തലമുറ തള്ളിക്കളഞ്ഞാലും വിശ്വസിച്ചിട്ട് ദൈവത്തിന് മുഴുവൻ മഹത്വം കൊടുക്ക്. മനുഷ്യൻ പറയുന്ന വാക്കല്ല നീ കേൾക്കേണ്ടത്. സർവശക്തനായ ദൈവം എന്ത് പറയുന്നു അത് കേൾക്കണം. പൗലോസും ശീലാസും അത് കേട്ടിട്ട് അതാ പ്രസംഗിച്ചത്. സ്വത്രം. അതുകൊണ്ടാ അവരെ ചങ്ങലകൾ അഴിഞ്ഞത്. അവർ ഇരുന്ന കാരാഗ്രഹത്തിൻ്റെ വാതിലുകൾ തുറന്നത്. സ്വത്രം. ഇല്ല, തീർന്നില്ല. ആരാണ് അവരെ ന്യായവിസ്താര കോടതിയിൽ നടത്തുവാൻ ആഗ്രഹിച്ച് അവരെ ന്യായവിസ്താരം നടത്തി കാരാഗ്രഹത്തിനകത്ത് അടയ്ക്കാൻ കൽപ്പിച്ചു, അവൻ പോലും ഇരുന്നടുത്തുനിന്ന് എടുത്ത് അവരെ പാദപീഠത്തിൽ ചാടി വീണ് നമസ്കരിച്ചിട്ട് പറഞ്ഞൊരു വാക്കുണ്ട്, ദൈവത്തിന് ദാസന്മാരെ. സ്വത്രം. പൗലോസും ശീലാസും പറഞ്ഞു, യജമാനനെ അങ്ങ് ഭയപ്പെടണ്ട. ആരും ഈ കാരാഗ്രഹത്തിൽ നിന്ന് ഓടിപ്പോയിട്ടില്ല. കതക് തുറന്നു എന്നുള്ള സത്യമാ, ചങ്ങല അഴിഞ്ഞു എന്നുള്ള സത്യമാ. സ്വത്രം. നിന്നെ ഏൽപ്പിച്ചത് പ്രമാണിമാരാ, നിന്നെ ഏൽപ്പിച്ചത് അധികാരികളാ. സ്വത്രം. അവരോട് നീ സമാധാനം പറഞ്ഞ് ഇവരാരെങ്കിലും ഓടിപ്പോയാൽ, പക്ഷേ കാരാഗ്രഹം തുറന്നെങ്കിലും അവർ ഓടുവാൻ എൻ്റെ ദൈവം അനുവദിച്ചിട്ടില്ല. ഞങ്ങൾ ഇവിടെ തന്നെ ഉണ്ട്. സ്വത്രം. ഇന്ന് രാത്രിക്കാലം വ്യക്തമായി പറയട്ടെ, നീ പോകേണ്ടുന്ന വഴിയിൽ നിന്നെ കൊണ്ടുപോകേണ്ടതിന് കാരാഗ്രഹത്തിൽ ഇറങ്ങി വരാൻ കഴിവുള്ളവനാ എൻ്റെ കർത്താവ്. സ്വത്രം. ആര് നിന്നെ കാരാഗ്രഹ സമമായി നിന്നെ തകർക്കാൻ ശ്രമിച്ചാലും അതിൻ്റെ പ്രവൃത്തി പൂർത്തീകരിക്കപ്പെടുന്നതിന് മുൻപ് നീ പുറത്തു വരും. സ്വത്രം. കാരണം എൻ്റെ കർത്താവ് നിന്നെ വിളിച്ചത് മറ്റൊരുത്തൻ്റെ മുമ്പിൽ തല കുനിപ്പിക്കാനല്ല, മറ്റുള്ള മുമ്പിൽ തല ഉയർത്താനാ. സ്വത്രം. അങ്ങനെയാണെങ്കിൽ പൗലോസും ശീലാസും പറയുന്ന ഒരു കാര്യമുണ്ട്, നീ സ്വയം മരിക്കരുത്, ഞങ്ങൾ ഇവിടെ തന്നെ ഉണ്ട്. സ്വത്രം. ഞങ്ങൾ മൂലം നിനക്കൊരു ദോഷവും വരാൻ ഇടയാവുകയില്ല. സ്വത്രം. ഇന്ന് രാത്രിക്കാലം വ്യക്തമായി പറയട്ടെ, കുഞ്ഞെ, നിന്നെ ദൈവം വിളിച്ചത്, നിന്നെ ദൈവം തിരഞ്ഞെടുത്തത് മറ്റുള്ളവർക്ക് ഒരു അനുഗ്രഹമാകാനാ. സ്വത്രം. മറ്റുള്ളവരെ അനുഗ്രഹിക്കാനാണ് നിന്നെ വിളിച്ച്. അങ്ങനെയാണെങ്കിൽ നീ മൂലം നിന്റെ സന്തതി അനുഗ്രഹിക്കപ്പെടും. സ്വത്രം. നീ മൂലം നിന്റെ കൂട്ടാളി അനുഗ്രഹിക്കപ്പെടും. നീ മൂലം നിന്റെ കുടുംബം അനുഗ്രഹിക്കപ്പെടും. നീ മൂലം നിന്റെ വസ്തുവകൾ വർദ്ധിക്കപ്പെടും. എന്തു വേണം?
മനുഷ്യനെ നോക്കാതെ, മനുഷ്യൻ പറയുന്നത് കേൾക്കാതെ ദൈവത്തിൻ്റെ വചനം എന്ത് പറയുന്നുവോ അത് പ്രകാരം നീ ഒന്ന് യാത്ര ചെയ്ത് നോക്ക്. 4 പാട് നിന്നും നിനക്കെതിരെ വാട കോരിക്കൊണ്ട് ശത്രു വെല്ലുവിളിച്ചുകൊണ്ട് വരും. പക്ഷേ കർത്താവ് പറഞ്ഞ ഒരു വാക്തത്വം നീ ഓർക്കണം. ഭയപ്പെടണ്ട, ഭ്രമിച്ചു നോക്കണ്ട. ഈ ശത്രുക്കളൊന്നും നിന്നെ തൊടുവാൻ ഞാൻ സമ്മതിക്കത്തില്ല. നിന്റെ തലയിലെ ഒരു മുടിനാര് കൊഴിയണമെങ്കിൽ ഞാൻ പറഞ്ഞിട്ടല്ലാതെ കൊഴിയത്തില്ല. ഇത്ര നല്ല വാക്തത്വം നൽകിത്തന്ന സർവശക്തനായ ദൈവത്തിന് എത്ര മഹത്വം കൊടുത്താൽ മതിയാകും? സ്തോത്രം. എൻ്റെ കർത്താവ് രോഗത്തിന് സൗഖ്യം മാത്രം തരുന്നവനല്ല. സ്തോത്രം. നീ എന്താവശ്യപ്പെട്ടാലും അത് മുറ്റും നടത്തിത്തരുവാൻ കഴിവുള്ളവനാ എൻ്റെ കർത്താവ്. സ്തോത്രം. നോക്ക്, ഈ രാത്രിയിൽ നോക്ക്, ഇയ്യോബ് പറഞ്ഞൊരു വാക്ക് ശ്രദ്ധിച്ച് കേൾക്കണേ. സ്തോത്രം. എൻ്റെ മക്കൾ സ്തോത്രം ഞാനറിയാതെ പാപം ചെയ്ത് അവർ മൂലം എൻ്റെ മേലും എൻ്റെ കുഞ്ഞുങ്ങളുടെ മേലും ശാപം വരാതെ ഇരിക്കേണ്ടതിന്, അറിഞ്ഞും അറിയാതെയും ചെയ്തു പോയ തെറ്റിനെ ക്ഷമിക്കേണ്ടതിന് യഹോവേ, ഞാൻ നിൻ്റെ മുൻപിൽ അർപ്പിച്ച ഈ യാഗത്തിന്മേൽ നീ പ്രസാദിക്കണമേ എന്ന് പറഞ്ഞ് ഇയ്യോബ് യാഗമർപ്പിച്ചത് കൊണ്ട് സ്വർഗത്തിലെ ദൈവം ഇയ്യോബിനും തൻ്റെ മക്കൾക്കും ഒരനർത്ഥവും വരുവാൻ ഇടവരുത്തിയില്ല. അവൻ്റെ നന്മ വർദ്ധിച്ച് അവൻ്റെ മക്കൾ അനുഗ്രഹിക്കപ്പെട്ട് അവൻ്റെ ആടുമാടുകൾ, കോഴി, പിറപ്പ് എല്ലാം അനുഗ്രഹിക്കപ്പെട്ട് വരുന്ന കണ്ടപ്പോൾ സ്വത്രം ആർക്കിഷ്ടപ്പെട്ടില്ലെന്നറിയാമോ? പിശാചിന് ഇഷ്ടപ്പെട്ടില്ല. സ്വത്രം. കുഞ്ഞെ, നിൻ്റെ കീറുവസ്ത്രം മാറി നിനക്കൊരു വെള്ള വസ്ത്രം നീ ഉടുക്കുന്ന കണ്ടാൽ പിശാച് നിന്നെ ചോദ്യം ചെയ്യാൻ വരും. സ്വത്രം. നീ നടന്ന് നിൻ്റെ ചെരുപ്പും തേഞ്ഞ് നിൻ്റെ കാലും വേദനിച്ച് ഇരിക്കുമ്പോൾ നിനക്കൊരു വണ്ട് കിട്ടിയാൽ പിശാച് അതിനെ ചോദ്യം ചെയ്തു കൊണ്ടുവരും. സ്വത്രം. നീ വീണ് കടന്ന് നീ ഒന്ന് എഴുന്നേൽക്കുമ്പോൾ നീ എഴുന്നേറ്റത് എന്തിനാണെന്ന് ചോദ്യം ചെയ്തുകൊണ്ട് പലരും നിൻ്റെ മുമ്പിൽ വരാൻ സാധ്യതയുണ്ട്. പക്ഷേ ഇന്ന് രാത്രിക്കാലം പറയട്ടെ, ഇയ്യോബ് പറഞ്ഞൊരു കാര്യമുണ്ട്. സാത്താൻ എനിക്കെതിരെ കോരി, പക്ഷേ എൻ്റെ സ്വർഗം എന്നെ സ്നേർത്ത് പിടിച്ചു. ഈ രാത്രികാലം വ്യക്തമായി പറയട്ടെ, സർവശക്തനായ ദൈവത്തെ പൂർണ്ണ ഹൃദയത്തോടെ പൂർണ്ണ ആത്മാവോടെ നീ ആരാധിക്കുമെങ്കിൽ നിന്റെ മുമ്പിൽ പർവ്വതസമമായ പ്രശ്നങ്ങൾ സമഭൂമിയായി മാറുന്നത് നിന്റെ കണ്ണുകൊണ്ട് നീ കാണും. നീ ഉയരുകയില്ല, നിന്റെ ഭവനം ഉയർത്തപ്പെടുകയില്ല, നിന്റെ കുഞ്ഞുങ്ങൾ മാനിക്കപ്പെടാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞ് ശത്രു വാദിച്ചെഴുന്നേൽക്കുമ്പോൾ നീ ഭയപ്പെടരുത്. സ്തോത്രം. രോഗം നിന്നെ കടന്നു പിടിച്ച് നീ ക്ഷീണിതനായി വീഴുമ്പോൾ നീ നിരാശപ്പെടരുത്. സ്തോത്രം. സ്വർഗത്തിലെ ദൈവം അറിയാതെ നിന്റെ പ്രാണന് ക്ഷതം വരുവാൻ സ്വർഗത്തിലെ ദൈവം അനുവദിക്കത്തില്ല. നീ വിശ്വസിക്ക്, ഞാൻ സേവിക്കുന്ന ദൈവം മരണത്തെ തരുന്നവനല്ല, നിത്യജീവന് നൽകുന്നവനാ. അങ്ങനെയാണെങ്കിൽ എനിക്ക് മരണമല്ല സ്വർഗം വെച്ചിരിക്കുന്നത്, നിത്യജീവനാ. ആ ജീവൻ പ്രാപിക്കാതെ ഞാൻ ഈ ലോകത്തുനിന്ന് മാറ്റപ്പെടത്തില്ലെന്ന് നീ വിശ്വസിച്ചിട്ട് മുഴുമഹത്വം ദൈവത്തിന് കൊടുക്ക്. സ്തോത്രം. ദൈവത്തിൻ്റെ വചനം ഇങ്ങനെ പറയുന്നു, ഉണ്ണാനും ഉടുക്കുവാനും ഉണ്ടെങ്കിൽ മതി. സ്തോത്രം. നമുക്ക് ഉണ്ണാനുണ്ട്, ഉടുക്കാനുണ്ട്, 4 തലമുറയ്ക്ക് ജീവിക്കാനും നമ്മുടെ കയ്യിലുണ്ട്. എന്നാലും സ്തോത്രം പിന്നെയും ആർത്തിമൂത്ത് ഓടുകയാ. അതുകൊണ്ട് എന്ത് സംഭവിക്കുമെന്നറിയാമോ? സ്തോത്രം. ഓടി നേടുന്നത് പലതും അനുഭവിക്കാൻ ഭാഗ്യമില്ലാതെ പാവയ്ക്ക ജ്യൂസ് കുടിച്ചുകൊണ്ട് നമ്മൾ ഞരങ്ങി ജീവിതത്തെ തള്ളി നീക്കുക. ഓരോ ദിവസവും എനിക്ക് വരുന്ന ഫോൺ കോള് ചെറുതൊന്നുമല്ല. സ്തോത്രം. എത്ര പേര് ഇന്ന് വൈകുന്നേരത്തും ഒരു സഹോദരി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, എൻ്റെ പൊന്നു പാസ്റ്ററെ, 17 ലക്ഷം രൂപയുടെ കടം ബാങ്കുകാർ എൻ്റെ വീടിൻ്റെ മുന്നിൽ വന്ന് നിൽക്കുന്നു. നാളെ നേരം വെളുക്കുമ്പോൾ ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങേണ്ടി വരും. സ്തോത്രം. ഞാനിങ്ങനെ ആ സിസ്റ്ററോട് പറഞ്ഞു, സിസ്റ്ററെ, സകല ഭാരവും യേശുവിൻ്റെ കരത്തിൽ കൊടുക്ക്, എന്നിട്ട് നിങ്ങളുടെ ഹൃദയത്തിൽ തോന്നുന്ന മറുപടി അവരോട് പറ. സ്തോത്രം. അവർ പോകും. പ്രൈസ് ദി ലോർഡ്. ഞാനത് പറഞ്ഞത് അവരെ ആശ്വസിപ്പിക്കാൻ മാത്രമല്ല, ദൈവത്തിൻ്റെ ആത്മാവ് എന്നോട് പറഞ്ഞത് അങ്ങനെ പറയാൻ. സ്തോത്രം. 1 മണിക്കൂർ കഴിഞ്ഞപ്പോൾ അവരെന്നെ വിളിച്ചിട്ട് പറഞ്ഞു 15-ാം തീയതിയിലേക്ക് അവരത് മാറ്റി വെച്ചിട്ട് പോയെന്ന്. സ്തോത്രം. നാം ചിന്തിക്കണം, നാം സേവിക്കുന്ന ദൈവം, നാം ആരാധിക്കുന്ന ദൈവം മറ്റുള്ള മുമ്പിൽ നമ്മളെ തല കുനിപ്പിക്കുന്നവനല്ല. കട്ടപ്പനയിൽ നിന്ന് ഒരു സഹോദരനും എന്നെ വിളിച്ചിട്ട് പറഞ്ഞ്, എൻ്റെ പൊന്നു പാസ്റ്ററെ,
എൻ്റെ കുഞ്ഞിൻ്റെ രോഗം കാരണം ഉണ്ടായിരുന്നത് മൊത്തവും വിറ്റ് തുലയ്ക്കേണ്ടി വന്നു. ഇപ്പോൾ ദേ അച്ചായനും രോഗമാണ്. സ്തോത്രം. 4 ഏക്കർ കാപ്പിത്തോട്ടമുണ്ട്. സ്തോത്രം. പിന്നെ കുരുമുളക് വേറെയുണ്ട്. പക്ഷെ ഇപ്പോൾ ഉള്ള പൈസ എല്ലാം ആശുപത്രി കൊടുത്തോണ്ടിരിക്കുക. ഞാനിങ്ങനെ പറഞ്ഞു, സിസ്റ്ററെ, അതിലൊരു 100 രൂപ എടുത്ത് മാറ്റി വെച്ചിട്ട് ഏതെങ്കിലും പ്രാർത്ഥിക്കുന്ന ഒരു ദൈവദാസനെ വിളിച്ച് പ്രാർത്ഥിച്ചിട്ട് ആ 100 രൂപ അവർക്ക് കൊടുക്കുക. കർത്താവ് ആ രോഗത്തെ എടുത്ത് മാറ്റും. സ്തോത്രം. നോക്ക്, ഇത് മാത്രം പറയരുത്. സൗഖ്യം വേണം, നന്മ വേണം, ഉയർച്ച വേണം. ദൈവത്തെ മുറുകെ പിടിക്കാൻ പറഞ്ഞാൽ പലർക്കും അങ്ങോട്ട് ബുദ്ധിമുട്ടാണ്. എന്നാൽ ഞാൻ വ്യക്തമായി പറയട്ടെ, ലോകത്തിൽ കമ്പ്യൂട്ടറൈസ്ഡായ എല്ലാ ഉപകരണങ്ങളും വെച്ച് മനുഷ്യൻ്റെ നാഡി ഞരമ്പുകളെ വരെയും വേർതിരിച്ച് ചികിത്സിക്കാൻ കണ്ടുപിടിച്ചിരിക്കുന്ന മിഷണറി സാധനങ്ങൾ പലതുമുണ്ട്. എന്നിട്ടും മനുഷ്യൻ്റെ പ്രാണനെയും അവൻ്റെ ശരീരത്തെ ബാധിക്കുന്ന രോഗത്തെയും എങ്ങനെയാണെന്ന് കണ്ടുപിടിക്കാൻ കഴിയാതെ മനുഷ്യനെന്നും അന്ധകാരത്തിൽ തപ്പിത്തടയുമ്പോൾ വിശുദ്ധ തിരുവെഴുത്ത് പറയുന്നു, നിൻ്റെ നാഡി ഞരമ്പുകളെ ഉരുവാക്കിയവനറിയാം എവിടെ നിൻ്റെ രോഗത്തിന് സൗഖ്യം വേണമെന്ന്, എങ്ങനെ നിനക്ക് സൗഖ്യം കിട്ടണമെന്ന് ദൈവത്തിനറിയാം. അതുകൊണ്ട് നീ വൈദ്യനെ കാണരുതെന്നല്ല, മെഡിസിൻ കഴിക്കരുതെന്നല്ല, സ്വത്രം ആസ്പത്രി പോകരുതെന്നല്ല പറഞ്ഞതിൻ്റെ അർത്ഥം, ആദ്യം നീ ദൈവത്തിന് മഹത്വം കൊടുക്ക്, ആദ്യം നീ ദൈവത്തെ സ്തുതിക്ക്. എന്നിട്ട് നീ ഹോസ്പിറ്റലിൽ പോ. നിൻ്റെ നാഡി ഞരമ്പുകൾക്ക് എവിടെ ബലഹീനതയുണ്ടോ അത് മാറ്റുവാൻ സ്വർഗത്തിൽ ദൈവത്തിന് കഴിയും. എൻ്റെ ദൈവത്തെ കൊണ്ട് കഴിയാത്തത് ഒന്നുമില്ല കുഞ്ഞെ. പക്ഷേ പലപ്പോഴും നമ്മുടെ ഹൃദയത്തിനകത്ത് ഭയമുണ്ടല്ലോ, നമ്മുടെ ഹൃദയത്തിനകത്ത് നിരാശയുണ്ടല്ലോ. പലരും പറയുന്ന വാക്ക് കേട്ടിട്ട് നമ്മുടെ മനസ്സ് വല്ലാതെ വ്യാകുലപ്പെടുമ്പോൾ നമ്മൾ വല്ലാതെ വീണു പോകുക. എന്നാൽ ദൈവം പറഞ്ഞത് ഇങ്ങനെ, ഭയപ്പെടണ്ട, ഞാൻ നിൻ്റെ കൂടെ ഉണ്ടെന്ന്. സ്വത്രം. രോഗം വരുമ്പോൾ, സാമ്പത്തിക ബാധ്യത വരുമ്പോൾ, കഷ്ടം വരുമ്പോൾ, സ്വത്രം വേദന വരുമ്പോൾ ഭയപ്പെടേണ്ടെന്ന കർത്താവ് പറഞ്ഞു, ഞാൻ നിൻ്റെ കൂടെയുണ്ട്. എൻ്റെ മുഖത്തേക്ക് നോക്കുവാൻ നിനക്ക് കഴിയുമെങ്കിൽ എന്നോട് ചോദിക്ക്, ഞാൻ നിനക്ക് തരാം. അത് സൗഖ്യമാണോ, സാമ്പത്തികമാണോ, സാമൂഹ്യ ബന്ധങ്ങളാണോ, വിശ്വാസ കുടുംബങ്ങളാണോ, ആലയത്തിനകത്ത് നന്മയാണോ, നിൻ്റെ ഭവനത്തിനകത്തെ ശൂന്യത മാറണോ, അത് ദൈവം തരാൻ മനസ്സുള്ളവനാ. അതുകൊണ്ട് പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ ആത്മാവോടെ ദൈവത്തിന് മഹത്വം കൊടുക്കാൻ ആര് തയ്യാറാകുമോ? ഇടത്തോട്ടും വലത്തോട്ടും നോക്കരുത്, മുമ്പും പിൻപും നോക്കരുത്. ഉയരത്തിലേക്ക് നോക്കി ഹൃദയം തുറന്ന് ആത്മാർത്ഥതയോടെ, ദൈവമേ നീ ഒഴികെ ഒരു നന്മയുമില്ലെന്ന് പറയാൻ തയ്യാറുണ്ടെങ്കിൽ കുഞ്ഞെ, നീ ലോകരുടെ മുമ്പിൽ തോറ്റുപോകത്തില്ല. നിൻ്റെ കുടുംബക്കാരുടെ മുമ്പിൽ നീ തോറ്റുപോകത്തില്ല. നിൻ്റെ കുടുംബത്തിനകത്ത് നീ ഒരു അനാഥനായി മാറുവാൻ ഇടവരത്തില്ല. നീ മൂലം നിൻ്റെ കുടുംബം അനുഗ്രഹിക്കപ്പെടും. പാട്ടുപാടി പ്രാർത്ഥിച്ചു, ദൈവത്തെ സ്തുതിച്ചു. ദൈവമഹത്വം കാരാഗ്രഹത്തിനകത്ത് വെളിപ്പെട്ടെങ്കിൽ ആ ദൈവ സാന്നിധ്യം ഇപ്പോഴും നിന്നോട് കൂടെ ഉണ്ടെന്ന് തിരിച്ചറിയാൻ ശ്രമിക്കുക. നീ സേവിക്കുന്ന ദൈവം നിന്നെ അനാഥനായി വിടത്തില്ലെന്ന് പറഞ്ഞെങ്കിൽ ആ അപ്പനോട് കൂടെ ചേർന്ന് നിൽക്കാൻ കഴിയുമെങ്കിൽ നിൻ്റെ ജീവിതത്തിൽ ഒരനർത്ഥവും വന്നു ഭവിപ്പാൻ കർത്താവ് അനുവദിക്കത്തില്ല. ദൈവത്തിൻ്റെ വചനം വ്യക്തമായി പറയുന്നത് ഇതാണ്, സ്വത്രം, ഒരനർത്ഥവും നിനക്ക് വരത്തില്ല. ആർക്ക്? ദൈവ പൈതലിന്. സ്വത്രം. ആർക്ക്? ദൈവത്തെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്ന വ്യക്തിക്ക്. സ്വത്രം. ഒരു ബാധയും നിന്റെ കൂടാരത്തിൽ അടുക്കില്ല. ആർക്ക്? ദൈവത്തെ ഭയപ്പെടുന്നവർക്ക്, ദൈവവചനം അനുസരിച്ച് ജീവിക്കുന്നവർക്ക്, ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നവർക്ക്. സ്വത്രം. ഇത് പറയുന്നത് കേൾക്കുമ്പോൾ ചിലരൊക്കെ ഇങ്ങനെ ഹൃദയത്തിനകത്ത് പറയും, അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ടാണ് അവർക്കാ രോഗം വന്നത്? അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ടാണ് ഇവർക്കാ രോഗം വന്നത്? സ്വത്രം. കാരണങ്ങൾ ഒരുപാട് നിരത്താൻ കാണും. പക്ഷേ ഇന്ന് രാത്രികാലം വ്യക്തമായി ഞാൻ നിങ്ങളോട് പറയട്ടെ, രോഗം വന്നാൽ ആ ശരീരത്തെ ഉരുവാക്കിയ ദൈവത്തിനറിയാം ആ രോഗം എങ്ങനെ മാറ്റണമെന്ന്. ആ ദൈവത്തിന് വിശുദ്ധമായി നിന്നെ ഒന്ന് കൊടുത്തു നോക്ക്. സ്വത്രം. ആ ദൈവത്തിന് വിശുദ്ധമായി നിൻ്റെ നന്മയൊന്ന് കൊടുത്തു നോക്ക്. ആ ദൈവത്തിന് വിശുദ്ധമായി നിന്നെ ഒന്ന് കൊടുത്തു നോക്ക്. എന്നിട്ട് നീ പറ, കർത്താവൻ നീ മാത്രം മതി, മരിക്കേണ്ടി വന്നാലും നിൻ്റെ മഹത്വം കണ്ടിട്ട് മരിച്ചാൽ മതി എന്നൊന്ന് പറഞ്ഞു നോക്ക്. കുഞ്ഞ്, നീ മരിക്കാൻ നിന്നെ വിടത്തില്ല. ദൈവത്തിൻ്റെ വാഗ്ദത്തം നിവർത്തി പ്രാപിച്ച് അത് കണ്ട് സന്തോഷത്തോടെ സുഖമായി കിടന്നുറങ്ങി നീ ലോകത്തുനിന്ന്
മാറ്റപ്പെടും. ദൈവത്തിൻ്റെ വചനം വ്യക്തമായി പറയുന്ന കാര്യം ഇന്ന് രാത്രിക്കാലം ഓർമ്മിപ്പിച്ച് ഞാൻ അവസാനിപ്പിക്കട്ടെ. തൻ്റെ ഭക്തൻ്റെ മരണം ഒരു ഉറക്കം പോലെ. സ്വത്രം. തൻ്റെ ഭക്തൻ്റെ മരണം ഒരു ഉറക്കം പോലെ. അങ്ങനെയാണെങ്കിൽ നീ പോലും അറിയാതെ നിന്നെ സ്വർഗത്തിലെത്തിക്കുന്ന ഒരു ദൈവ സ്നേഹമുണ്ട് കേട്ടോ. ഒരു ദൈവത്തിൻ്റെ സാന്നിധ്യമുണ്ട്. അത് എവിടെ നിന്ന് കിട്ടുമെന്നറിയാമോ? സ്വത്രം. തിരുവചനം വായിച്ചാൽ, തിരുവചനം ശ്രദ്ധിച്ചാൽ, തിരുവചനം പഠിച്ചാൽ, ആത്മാവിൽ നീ ദൈവത്തോട് പ്രാർത്ഥിച്ചാൽ അത് സ്വർഗം നിനക്ക് തരും. അതിനുവേണ്ടി ഒരുങ്ങാം. ഈ വചനങ്ങളാൽ സ്വർഗം നമ്മെ അനുഗ്രഹിക്കട്ടെ. കണ്ണുകളടയ്ക്കാൻ പ്രാർത്ഥിക്കാം.